നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇത് പഴുത്തതാ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മരമില്ല, ഇവിടെ ഒരു വലിയ ഞാവലുണ്ടായിരുന്നില്ലേ, വെട്ടി ഒഴിവാക്കി, വെട്ടി വിറ്റു, ക്യാഷാക്കി മാറ്റി. ഇതെന്താ നീ ഇവിടെ? ഒരുത്തി മാത്രം ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സൈഡിലേക്ക്. പട്ടി പിടിക്കണവരെ ഉണ്ടാവും പിക്നിക്ക് കേട്ടോ. ബി കെയർഫുൾ. തന്നെത്താനെ ജീവിക്കാനും രക്ഷപ്പെടാനൊക്കെ അറിയുന്നവർ മാത്രം ഒറ്റയ്ക്ക് കറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ കൂട്ടത്തിൽ പോകുന്നതാണ് നല്ലത്. എല്ലാം ഇവിടെ കാട് മൂടിയിട്ടോ. ഞാൻ കുറച്ച് ദിവസം മാറിയപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. എൻ്റെ താമരയൊക്കെ ഓ മൈ ഗോഡ്, പത്തറ്റിക്കായല്ലോ അവസ്ഥ. ഇവിടെ ആണ് നമ്മളുടെ കുമ്പളം ഉള്ളത്. കുമ്പളം ഇവിടെ ഉള്ള പോയി നോക്കട്ടെ. ഓക്കെ, വിറക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഓരോരുത്തർ. അയ്യോ, ഈ കുമ്പളം തന്നെ. ഇത് ഇവിടെ പടുമുളകാന്ന് പറയില്ല, ഈ മരത്തിൽ ഇവിടെ 3 കുമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നെ വല്ല പാമ്പും കടിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതിലിവിടെ കുമ്പളമൊന്നും കാണുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ പഴയ തൊഴുത്താണ്, പൊളിഞ്ഞു പോയി. ഈ കൊറോണ സമയത്ത് ഇവിടെ പോത്തുണ്ടായിരുന്നല്ലോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ആ സമയത്ത് തൊഴുത്ത്, അതിൻ്റെ വളക്കുഴിയാണിത്. അതിലാണ് ഈ കുമ്പളവും പപ്പായയും നമ്മുടെ ആപ്പിൾ ചാമ്പ, പനിനീർ ചാമ്പയൊക്കെ വളർന്നിരിക്കുന്നത്. അയ്യോ, ഫസ്റ്റ് ടൈം കായ്ക്കുന്നേ ബബ്ലി മൂസ്. ആ ബബ്ലി മൂസ് ഫസ്റ്റാണ് കായ്ക്കുന്നത് കേട്ടോ. വാവേ, ഈ ബാക്കത്തെ ബബ്ലി മൂസ് കായ്ച്ചോ? ഈ ബാക്കത്തെ ബബ്ലി മൂസ് ഇതാ, നമ്മളെ റൂമിൻ്റെ ബാക്കത്തെ ബബ്ലി മൂസ് കായ്ച്ചോ? ഓഹോ, ഈ ബബ്ലി മൂസ് നമുക്ക് വഴിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ കുഴിച്ചിട്ട ഒരു മരത്തിൽ കായ വരുമ്പോഴുള്ള സന്തോഷം ഈസ് വെരി ഡിഫറെൻറ്റ്. കാരണം ഇവിടെ വേറെ കുറേ ബബ്ലി മൂസ് ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കുഴിച്ചിട്ടതാണ്. ഞങ്ങൾ ഈവയ്ക്ക് 1 വയസ്സുള്ള സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്നൊരു ബബ്ലി മൂസ് വാങ്ങിച്ചു. ആ ബബ്ലി മൂസിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അതിന്. ആ വിത്ത് ഞങ്ങൾ പാകിയിട്ട് തൈയാക്കിയിട്ട് ഇവിടെയൊക്കെ ഫുൾ കുഴിച്ചിട്ട്, അതിലൊരു കുറേ കുഴിച്ചിട്ട്, പക്ഷേ ഏകദേശം ഒരു 5-6 മരമാണ് ഇപ്പോൾ ഉള്ളത്. അതിലൊന്ന് കുറേ കാലമായിട്ട് 2-3 കൊല്ലമായിട്ട് കായ്ക്കുന്നുണ്ട്, 4 കൊല്ലമായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതും അതിൻ്റെ ഒപ്പം തന്നെ കുഴിച്ചിട്ടതാണ്. ഇപ്പോഴാണ് കായ്ച്ചത് കേട്ടോ, ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട്, എന്നിട്ട് ആ ഫസ്റ്റത്തെ ബബ്ലി മൂസ് ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഇത് ആരും കാണിക്കാതെ എന്നെ മാത്രം വിളിച്ചു കൊണ്ടുപോയിട്ട് സർപ്രൈസായിട്ട് എന്നെ കാണിച്ചു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മളൊരു സാധനം കുഴിച്ചിട്ടിട്ട് അതിലൊരു കായ ഉണ്ടായിട്ട് അത് പൊട്ടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. ഇവിടെ ഫുൾ പുല്ല് കയറിയിട്ടോ. കുറേ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അതേപോലെ എൻ്റെ ഈ ചെടിയൊക്കെ ആക്ച്വലി ഞാൻ ഇതിന് വളമൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോഴേക്കും പൂക്കൾ വന്ന് തുടങ്ങി. ഇതൊക്കെ റെഡിയാക്കണം. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാനുണ്ട്. ഒക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പൂക്കൾ വന്നു.